മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് പ്രഥമ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രഥമ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പാസിംഗ് ഔട്ട് പരേഡ് പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സല്യൂട്ട് സ്വീകരിച്ചു. പാസിംഗ് ഔട്ട് പരേഡിൽ 22 ആൺകുട്ടികളും 22 പെൺകുട്ടികളും പങ്കെടുത്തു. നാർക്കോട്ടിക് സെൽ DYSP R മനോജ് കുമാർ, സബ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് E ചന്ദ്രബാബു, പ്രിൻസിപ്പൽ KB സുനിൽ രാജ്, പ്രധാന അധ്യാപിക AC രജിത തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പാലം നഗരസഭയിൽ പോഷൺ മാസാചരൺ പരിപാടി സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭയിൽ ICDSന്റെ ആഭിമുഖ്യത്തിൽ പോഷണ മാസാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള ആരോഗ്യ പരിശോധനാ ക്യാമ്പ് വരോട് അംഗൻവാടിയിൽ വെച്ച് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി നിർവഹിച്ചു. വളരെ ചെറിയ കുട്ടികളെ 18-19 വയസ്സായിരുന്നു നമുക്ക് തോന്നില്ല. അവരെ കൗമാരപ്രായക്കാര് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ പോഷക ആഹാരങ്ങൾ അവർക്ക് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവർ കഴിക്കുന്നുണ്ടോ എന്ന് സംശയം. അവർക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്കാണ് പറയുക, ജനിക്കുന്ന പല കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഈ പോഷകാഹാരക്കുറവുണ്ട്. പിന്നെ അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചെറിയ കുട്ടികളെ തന്നെ നമ്മുടെ അംഗനവാടികളിൽ എത്തിച്ചേർത്ത് ആരോഗ്യ പരിശോധന നടത്തുകയും അവർക്ക് എന്താണോ പോഷകക്കുറവുള്ളത് അത് അവർക്ക് നികത്തുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുകയും നല്ല ആരോഗ്യത്തോടെ നല്ല കുട്ടികൾ വളർന്ന് അവരുടെ ആ കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം അംഗനവാടി, അത് കഴിഞ്ഞ സ്കൂള്, അത് കഴിഞ്ഞ ഒരു കോളേജ്, അവരുടെ കൗമാരപ്രായം അവർക്ക് നല്ല ആരോഗ്യത്തോടെ അവരുണ്ടാവണം. ആരോഗ്യക്കുറവ് അവർക്ക് വരുന്നത് ചെറുപ്പത്തിലെ അവർക്ക് കിട്ടേണ്ട പോഷക ആഹാരങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ചെറുപ്പത്തിലെ ഈ സമയത്ത് തന്നെ അവർ ആരോഗ്യം പരിശോധിച്ച് അവർക്ക് കൊടുക്കേണ്ടതായ ഭക്ഷണങ്ങൾ അവർക്ക് കൃത്യമായി കൊടുത്തുകൊണ്ട് നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് നമുക്ക് വളരേണ്ട ആവശ്യമുണ്ട്. വാർഡ് കൗൺസിലർ സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. പോഷൻ മാസാചരണവുമായി ബന്ധപ്പെട്ട വിശദീകരണ റിപ്പോർട്ട് ഒറ്റപ്പാലം നഗരസഭയിലെ ICDS സൂപ്പർവൈസർ ദീപ അവതരിപ്പിച്ചു. ആയുഷ് ഗ്രാമം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസീതയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പിൽ ആരോഗ്യ പരിശോധനകൾ നടന്നത്. തൂക്കക്കുറവുള്ള കുട്ടികൾ, ഗർഭിണികൾ എന്നിവരെ അംഗൻവാടികൾ വഴി കണ്ടുപിടിച്ച് വേണ്ട ഇടപെടലുകൾ നടത്തുക എന്നതാണ് ഈ ക്യാമ്പിന്റെ പ്രധാന ഉദ്ദേശമെന്നും 56ഓളം കുട്ടികളും ഗർഭിണികളായവരും പരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്തെന്ന് ICDS സൂപ്പർവൈസർ K ദീപ പറഞ്ഞു. പോഷൻ മാസാചരണത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭയിൽ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടന്നു. ആയുഷ് ഗ്രാം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസീത മാമാണ് ക്യാമ്പിലെ ഡോക്ടർ. നഗരസഭയിലെ 42 അംഗനവാടികളിലെയും തൂക്കക്കുറവുള്ള കുട്ടികളും ഗർഭിണികളെയും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്യാമ്പിൽ പങ്കെടുപ്പിക്കുകയും അവരുടെ തൂക്കക്കുറവിന്റെ കാരണം മനസ്സിലാക്കി വേണ്ട പരിഹാര നിർദ്ദേശങ്ങൾ നൽകി. ഇനി വീട്ടിലിരുന്ന് വൈദ്യുതി ബില്ലടയ്ക്കാം. പുതിയ സംവിധാനവുമായി KSEB. വീട്ടിലിരുന്ന് വൈദ്യുതി ബില്ലടയ്ക്കാനുള്ള സംവിധാനം വരുന്നു. മീറ്റർ റീഡർമാർ സ്വൈപ്പിംഗ് മെഷീനുമായി നേരിട്ടെത്തും. മാർച്ച് മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാനാണ് KSEBയുടെ ആലോചന. മീറ്റർ റീഡർമാർ കാർഡ് സ്വൈപ്പിംഗ് മെഷീനുകളുമായി വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി പണം സ്വീകരിക്കുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കുക. ഉപയോക്താക്കൾക്ക് ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ വഴിയും UPI പേയ്മെന്റ് വഴിയും പണമടയ്ക്കാനാകും. സംസ്ഥാനത്ത് 1.35 കോടി വൈദ്യുതി ഉപയോക്താക്കളിൽ 60% ഓൺലൈനായാണ് പണമടയ്ക്കുന്നത്. ഗൂഗിൾ പേ, ഫോൺ പേ വഴിയാണ് കൂടുതൽ ഇടപാടുകളും. നിലവിലെ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാത്തവർക്ക് കൂടി KSEB ഓഫീസുകളിൽ നേരിട്ടെത്താതെ പണമടയ്ക്കാനുള്ള സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യം. കാനറ ബാങ്കിന്റെ സഹകരണത്തോടെ 5000ഓളം മെഷീനുകൾ വഴി പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. ഇനി ഒരിടവേള. ഇനി എന്നും എന്നെന്നും നീ എൻ
ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. കോതക്കുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നവാഭരണ പൂജ നടന്നു. കോതക്കുറിശി ചേറമ്പറ്റക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പാട്ടുതാലപൊലിയോടനുബന്ധിച്ച് നടത്തിയ ശ്രീചക്ര നവാവരണ പൂജ ഭക്തി നിർഭരമായി. വിദ്യോപാസന പൂജ, നവാവരണമേളം, കീർത്തനം, നൃത്തം എന്നിവയെല്ലാം സമന്വയിച്ച ശ്രീചക്ര നവാവരണ പൂജയ്ക്ക് തന്ത്രി പനാവൂർമന പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേൽശാന്തി PV വേദപുരേശ്വരൻ സ്വാമി സഹകാർമ്മികനായി. ശ്രീരാം ചൈതന്യയുടെ പ്രഭാഷണവും കലാമണ്ഡലം വയലാർ രാജേന്ദ്രന്റെ നവാവരണ കീർത്തനാലാപനവും ഉണ്ടായി. കലാമണ്ഡലം ബലരാമൻ സ്വയം ചിട്ടപ്പെടുത്തിയ നവാവരണ മേളത്തിന് പ്രാമാണ്യമേകി. വൈകിട്ട് നർത്തകി വിനീത നെടുങ്ങാടിയുടെ നവാവരണ നൃത്തവുമുണ്ടായി. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, ചെർപ്പുളശ്ശേരി ശിവൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. മാത്തൂർ പഞ്ചായത്ത് അംഗൻവാടിയിൽ നിന്നും വിരമിക്കുന്ന അംഗൻവാടി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. മാത്തൂർ പഞ്ചായത്തിലെ അയ്യപ്പൻകാവ് അംഗൻവാടിയിൽ 43 വർഷം പൂർത്തിയാക്കിയ വത്സലകുമാരി ടീച്ചർക്ക് യാത്രയയപ്പും അനുമോദനങ്ങളും നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീത മുരളീധരൻ, ICDS ഓഫീസർ ഗീത, ICDS സൂപ്പർവൈസർ സിനിമോൾ, മറ്റ് അംഗൻവാടി പ്രവർത്തകരും വാർഡ് മെമ്പർ ഷാഹിദ ശിവൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പദാസ്, കമ്മിറ്റി അംഗങ്ങൾ, ബാങ്ക് ഉദ്യോഗസ്ഥരായ സുദേവൻ, ശശികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് ചടങ്ങ് നടന്നത്. നമ്മൾ എവിടെ കണ്ടാലും എവിടെ എങ്ങനെ കണ്ടാലും നമ്മൾ പഠിപ്പിച്ച കുട്ടികളെ ഇന്ന് വലിയ നിലയിലായി. അവരെവിടെ അന്ന് ഇതേപോലെ ഒരു സ്റ്റേഡിയത്തിൽ ഒരു വലിയൊരു പരിപാടി നടത്തായിരുന്നു. മന്ത്രിയും പിന്നെ സിനിമ ആക്ടേഴ്സൊക്കെ. അപ്പം മകൻ ചാനലിലായതുകൊണ്ട് അവൻ എന്നെയും കൂട്ടിയിട്ട് പോയി. ഞങ്ങൾ വഴി കൂടെ പോകുന്ന സമയത്ത് പോലീസ് കൂട്ടങ്ങൾ ഒരുപാടുണ്ട്. അവിടുന്ന് ഉറക്കെ വിളിക്കുന്നു, ടീച്ചറേ പറഞ്ഞു വിളിക്കുന്നു. ഞാനിതാരാണ് എന്ന് പറഞ്ഞ് നമ്മളെയും അല്ല, അല്ലടാ നിന്നെയൊന്നും അല്ല, ഞങ്ങൾ നടക്കുക എന്ന് നടക്കുമ്പോൾ ആ പോലീസ് ടീച്ചറെ എന്താ നിൽക്കി ഞാൻ പറഞ്ഞു ഓടി. ആ പോലീസ് കൂട്ടങ്ങൾ എല്ലാവരും നോക്കി. എന്നാണ് എനിക്കിതിലൊരു മഹത്വം ഉണ്ടായി. കാരണം നമ്മൾ അംഗൻവാടി ജോലി എടുത്തത് കൊണ്ട് ഇതൊരു പുണ്യം നമുക്ക് കിട്ടി എന്നും പിന്നെ നമ്മുടെ സൂപ്പർവൈസേഴ്സും എല്ലാവരും നമുക്ക് അനുഭവം. സങ്കടങ്ങളുണ്ട്, പോകുമ്പോൾ സങ്കടങ്ങളില്ലാതില്ല. കാരണം എന്നും നമുക്ക് പുറപ്പെട്ട് നേരത്തെ കാലത്ത് അംഗൻവാടിയെ ശരണമായിട്ട് പോകാണല്ലോ. അതൊന്നും ഇങ്ങോട്ട് പോകാണ്ട, വീട്ടിലിരിക്കല്ലേ എന്നുള്ള ആ ഒരു സങ്കടം. പിന്നെ എല്ലാം കൊണ്ടും അതുകൊണ്ട് അങ്ങനെ ഇരിക്കണം. എല്ലാവരോടും സ്നേഹത്തോടുകൂടെ യാത്ര ചോദിക്കുന്നുണ്ട്. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് ഗീത നിർവഹിച്ചു. സൂപ്പർവൈസർമാരായ സിനിമോൾ, സെലീന, നിശാകുമാരി, വനജ, ജയലക്ഷ്മി തുടങ്ങിയവർ ഔദ്യോഗിക പദവിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വത്സലകുമാരി, ശോഭ തുടങ്ങി 12 ടീച്ചർമാരെയും യാത്രയയപ്പ് ചടങ്ങിൽ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പങ്കാളിത്തം കാഴ്ചവെച്ച സിന്ധു, ശാന്തകുമാരി എന്നിവർ നന്ദി രേഖപ്പെടുത്തി. കേന്ദ്ര സർക്കാർ അവഗണന തുടരുന്നു എന്നാരോപിച്ച് പത്തിരിപ്പാലിൽ CPM പ്രതിഷേധ പ്രകടനം നടത്തി.
കേരളത്തോട് കേന്ദ്ര സർക്കാർ ഇപ്പോഴും അവഗണനയുടെ രാഷ്ട്രീയമാണ് വെച്ചു പുലർത്തുന്നത് എന്നാരോപിച്ച് CPM പേരൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്തിരിപ്പാലയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗവും മലബാർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ MR മുരളി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ ഗവൺമെന്റ്, കേന്ദ്ര BJP ഗവൺമെന്റ് നയങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അവരുടെ ചില സ്വകാര്യ അജണ്ടകൾക്ക് വേണ്ടിയാണ്, നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ്. സ്വകാര്യ അജണ്ടകളുടെ ഭാഗമായി ഇന്ത്യ രാജ്യം വലിയ തകർച്ചയിലേക്ക് പോകുമോ എന്ന ആശങ്ക കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്താകെ പടർന്നിട്ടുണ്ട്. അദാനി മോദിയുടെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ഇടതാണോ വലതാണോ അദാനിയുടെ സ്ഥാനം ഇന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത നിലയിലുള്ള ചങ്ങാതിയാണല്ലോ, മോദിയുടെ ചങ്ങാതിയാണല്ലോ അദാനി. ആ അദാനി ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാം എന്നതിൻ്റെ സൂചനകളല്ലേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. MV ജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, പേരൂർ ലോക്കൽ സെക്രട്ടറി PK പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. അട്ടപ്പാടിയിൽ സജ്ജം ക്യാമ്പയിന് തുടക്കമായി. ബാലഗോത്രസഭാ കുട്ടികൾക്കായി കുടുംബശ്രീ അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെ നേതൃത്വത്തിൽ സജ്ജം ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീ അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായ ബാലഗോത്രസഭയിലെ അംഗങ്ങളായ 12 മുതൽ 17 വരെയുള്ള കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. അഗളി, ഷോളയൂർ പഞ്ചായത്തുകളിലെ 80 വീതം കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. തുടർന്ന് വരുന്ന മാസങ്ങളിൽ പുതൂർ പഞ്ചായത്ത്, അട്ടപ്പാടിയിലെ പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ എന്നിവ കേന്ദ്രീകരിച്ച് സജ്ജം പരിശീലനം നടത്തും. പരിശീലനത്തിന്റെ ഭാഗമായി പ്രകൃതി, പരിസ്ഥിതി, ദുരന്താഘാത ലഘൂകരണം, അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്നീ വിഷയങ്ങളിൽ കുട്ടികൾക്ക് അവബോധം നൽകും. പ്രളയം, ഉരുൾപൊട്ടൽ, വരൾച്ച, മണ്ണിടിച്ചിൽ, കടൽക്ഷോഭം തുടങ്ങി വിവിധ പ്രകൃതി ദുരന്ത സാധ്യതകളെ അറിയുന്നതിനും നിലവിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങളെ മനസ്സിലാക്കുന്നതിനും കുട്ടികൾക്ക് ഇതിലൂടെ അവസരമൊരുങ്ങും. കാലാവസ്ഥാ വ്യതിയാനം കുട്ടികളുടെ ജീവിതത്തെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്നതുൾപ്പെടെ കുട്ടികൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് പരിശീലനം മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, വിവിധ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെടെ ടെക്നിക്കൽ കമ്മിറ്റി തയ്യാറാക്കിയ പ്രത്യേക മൊഡ്യൂളുകൾ പ്രകാരമാണ് പരിശീലനം നടത്തുന്നത്. എൻ്റെ ഇടം, കാലാവസ്ഥാ വ്യതിയാനം, ദുരന്ത ലഘൂകരണം, കുട്ടികളുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്നീ വിഷയങ്ങളിൽ അവബോധം നൽകിയാണ് കുട്ടികളെ പിടിച്ചുയർത്തുന്നത്. അഗളി ക്യാമ്പ് സെന്ററിൽ നടക്കുന്ന അഗളി പഞ്ചായത്ത് തല പരിശീലന പരിപാടി കുടുംബശ്രീ അഗളി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സരസ്വതി മുത്തുകുമാറും, ബൂതിവഴി മൂപ്പൻസ് ട്രെയിനിംഗ് സെന്ററിൽ നടക്കുന്ന ഷോളയൂർ പഞ്ചായത്ത് തല പരിശീലന പരിപാടി കുടുംബശ്രീ ഷോളയൂർ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സലീന ഷൺമുഖനും ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സമിതി സെക്രട്ടറിമാരായ റേസി, പ്രജാനാരായണൻ, കോർഡിനേറ്റർ ജോമോൻ, യങ് പ്രൊഫഷണൽ സുധീഷ്, പഞ്ചായത്ത് സമിതി അംഗങ്ങൾ, ആനിമേറ്റർമാർ, ബ്രിഡ്ജ് കോഴ്സ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 90377 943671 94470 40615 98470 40616. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസ് പൊതുസമ്മേളനം നടന്നു. മങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മങ്കര പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. അതുകൂടാതെ 25ഓളം യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചു കയറ്റി അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. ഈ സമയം ഈ
ഉദ്ഘാടനം കഴിഞ്ഞ് കളമശ്ശേരി വിട്ട് ആലുവയിലെത്തിയിരുന്നു ശ്രീ ഷാഫി ഈ പരിപാടിക്ക് വരാൻ വേണ്ടി. അപ്പോഴാണ് നമ്മുടെ നേതാക്കൾ വിളിച്ചു പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ പോലും കൈ മുറിഞ്ഞ നമ്മുടെ ഒരു പ്രവർത്തകനാണ്. കാല് മുറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ആശുപത്രിയിലേക്ക് പോകാൻ കൊണ്ടുപോകുന്നില്ല. ഇത് കേൾക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ യോഗത്തിന് വരണോ, തിരിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ പോയി 4 വർത്തമാനം പറയണോ, എന്ത് വേണം? നമ്മുടെ പ്രവർത്തകർ അവിടെ ക്രൂരമർദ്ദനത്തിന് ഇരയായപ്പോ ബഹുമാനായ ഷാഫി പറമ്പിൽ ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ചോദിക്കാൻ ചെന്നപ്പോ ഒരു CI ഷാഫിയുടെ നെഞ്ചത്തേക്ക് ഒരട്ടിയില്ല. എന്നിട്ട് ലാത്തി കൊണ്ട് ഒരു കുത്ത്. ഒപ്പമുള്ള ഒരു പോലീസുകാർ പുറകിലോട്ട് കൈവലിച്ചിട്ട് പറഞ്ഞ ഈ ഷാഫിക്കും 2 എണ്ണം കൊടുക്കണം. അത് പറഞ്ഞപ്പോൾ അവിടെ ചെറിയ വാഗ്വാദമുണ്ടായി. സ്റ്റേഷൻ ഉപരോധിച്ചു. നമ്മുടെ MLA-മാരെല്ലാവരും വന്നു, നടപടിയിലേക്ക് തിരിച്ചു പോകും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വൈകിയത്, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ വിനീതമായി പറയാം. മണ്ഡലം പ്രസിഡന്റ് സുബൈർ കല്ലൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് TH ഫിറോസ് ബാബു, മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് N അച്യുതൻകുട്ടി, പറളി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിനയൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് MK അഖിൽ, നിയോജക മണ്ഡലം സെക്രട്ടറി ഹക്കീം കല്ലൂർ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് ബി ഹെറിൻ, മങ്കര യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് തൗഫീഖ് എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് മന്ത്രി MB രാജേഷ്. വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും എല്ലാ സർക്കാർ സ്കൂളുകളുടെയും വികസനത്തിനും പുരോഗതിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും സാധ്യമായതെല്ലാം ചെയ്യുമെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ചാലിശ്ശേരി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിർമ്മിച്ച ഗാലറി, സ്റ്റേജ്, ഗേറ്റ് എന്നിവയുടെ ഉദ്ഘാടനം ചാലിശ്ശേരി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃത്താല അസംബ്ലി മണ്ഡലത്തിലെ സ്കൂളുകൾക്കായി കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 42.5 കോടി രൂപയാണ് കിഫ്ബി വഴിയും പ്ലാൻ ഫണ്ട് വഴിയും ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ 2021-22 വർഷത്തെ തനത് ഫണ്ടിൽ നിന്നും 74 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. നിരന്തരമായുള്ള ഇടപെടലിന്റെ ഫലമായാണ് ഫണ്ട് ലഭിച്ചത്. ജനുവരി പകുതിയോടെ നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണോദ്ഘാടനം നടത്തി 8 മാസം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. 2022-23 വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1.20 കോടി രൂപയാണ് ചാലിശ്ശേരി GLP സ്കൂളിന് ലഭിച്ചത്. ഒരു LP സ്കൂളിന് കോടി തുക ലഭിക്കുക എന്നത് സങ്കല്പിക്കാൻ കഴിയാത്തൊരു കാലമുണ്ടായിരുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃത്താലയുടെ കായിക ഭൂപടത്തിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് ചാലിശ്ശേരി. ധാരാളം കുട്ടികൾ ഈ മൈതാനത്ത് നിന്ന് കളിച്ചു വളർന്നിട്ടുണ്ട്. ഇനിയും കളിച്ചു വളരാനുള്ളതാണ്. അതിനായി ചാലിശ്ശേരി പോലൊരു പ്രദേശത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ടെന്നും എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്നും മന്ത്രി അറിയിച്ചു. പരിപാടിയിൽ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ അധ്യക്ഷയായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പ്രധാന അധ്യാപിക TS ദേവിക, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.